സൗജന്യ യാത്ര അറിഞ്ഞായിരുന്നു. എങ്ങനെ ഉണ്ടാവും ആ തീരുമാനം നടത്താൻ? നല്ലതാ. ബസ്സിന് കിട്ടുന്ന പൈസ പഠിക്കുകയാണോ? ബസ്സിന് കൊടുക്കേണ്ട പൈസയൊക്കെ ഇനി ലാഭിക്കാം. ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ 100 സംതിങ് രൂപ ആവാറുണ്ട്. 100 സംതിങ് രൂപ ആവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോ തന്നെ. അപ്പൊ ഇതെന്തായാലും നല്ല തീരുമാനം. ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വീട് എവിടെയാണ്? വീട് വിഴിഞ്ഞം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ടല്ലോ? ആ, ബസ്സുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു തീരുമാനമാണ്. കാരണം ജോലി ഇല്ലാതെ ഇരിക്കുന്ന തന്നെ നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് ദിനംപ്രതിയുള്ള വാഹനയാത്രയ്ക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഈ UDF സർക്കാർ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടി ഇത് അനുവദിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകളെ കൂടുതൽ അറിയുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അപ്പോഴിത് അവർക്കൂടെ അനുവദിക്കേണ്ട ഒരു ആവശ്യമാണ്. ശക്തമായി പ്രതികരിക്കുക ചെയ്യണം. അവരുടെ സമരം ന്യായമുള്ളതാണ്. ന്യായമുള്ളതാണ്, തീർച്ചയായിട്ടും ന്യായമുള്ളതാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകൾ കൂടുതൽ അറിയുന്നവരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അവർക്കൂടെ അനുവദിക്കേണ്ടതല്ലേ ഇത്? തീർച്ചയായിട്ടും അവർക്ക് അനുവദിക്കേണ്ടതാണ്. ആവശ്യമുണ്ട്, സമരം ആവശ്യമാണ്. സന്തോഷമുണ്ട്, കോടിക്കണക്കിന് സന്തോഷം. വീട് എവിടെ? വീട് നെല്ലമൂട്. അവിടെ നിന്ന് വരുമ്പോ എത്ര രൂപ സാധാരണ ഇങ്ങോട്ട് വരും? അവിടെ നിന്ന് എന്നെ ഇപ്പം താമസിക്കണ നെയ്യാറ്റങ്കര. നെയ്യാറ്റങ്കരയ്ക്ക് 20 രൂപ എന്റെ വീട്ടിന്റെ അടുത്തൊന്ന് കയറണേന്. 20 രൂപ ലാഭിക്കാൻ തിരിച്ചു പോകണ 40 രൂപ ലാഭിക്കാം. 40 രൂപ. അത് ലാഭമുണ്ട്, കോടിക്കണക്കിന് സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ച് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കഴിയുന്നത് നമ്മൾ VD സതീശൻ സാർ ചെയ്യും. അത് ഉറപ്പ് അദ്ദേഹത്തിൽ നിന്നും ജനങ്ങൾക്കുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ കേരളത്തിലെ സഖാവ്. ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നി. കാരണം എന്തെന്നെ, പഴയ കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെ എന്റെ വീട്ടിൽ 6 പെൺകുട്ടികളാണുള്ളത്. പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഫീസല്ല കൊടുക്കണ്ടല്ലോ, പക്ഷെ ബസ്സിന് എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ബസ്സുകളിലും വരണമെന്നുള്ള ആഗ്രഹം കൂടെ ഇല്ലേ? സാറേ, അത് ആദ്യം തുടക്കം അങ്ങനെ മാട്ടെ. എന്നിട്ട് ഇപ്പൊ തന്നെ എത്ര 5125 അങ്ങനത്തെ കുറച്ച് ബസ്സല്ലേ ഉള്ളൂ. വരട്ടെ, ഗ്രാജുവലി വരട്ടെ. 500 ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങൾ പ്രായം ചെന്നൊരു വഴി വെറുതെ പഠിക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്കും വേണ്ടേ? 60-500 നിർബന്ധമായിട്ടും വേണ്ടേ? സീനിയർ സിറ്റിസൺ വേണ്ടേ? 60-70 വയസ്സുകാർക്ക് വേണ്ടേ? പിന്നെ എന്താ അവർക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുമോ? എന്തിനാ പോകുമോ? ഈ പെൻഷൻ കിട്ടിയാൽ ജീവിക്കുന്നത്. സീനിയർ സിറ്റിസൺ ആൾക്കാർക്ക് ടിക്കറ്റെങ്കിലും കൺസെഷൻ ചെയ്ത് തരേണ്ടിയിരുന്നു. അത് വേണമെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. ഒരു ടിക്കറ്റ് വേണ്ട, ഹാഫ് ടിക്കറ്റെങ്കിലും വെക്കുകയാണ് സീനിയർ ആൾക്കാർക്ക്. അത് ഗവൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. 60 വയസ്സ് കഴിഞ്ഞ് നമ്മളവർക്ക് വേറെ പണിയെടുക്കാനൊന്നും പോകാൻ പറ്റും, വരുമാനം ഇല്ലല്ലോ. അപ്പൊ ഈ പെൻഷൻ ഉദ്ദേശിച്ചാണ് ജീവിക്കുന്നത്. അത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസെഷൻ ടിക്കറ്റ് കിട്ടിയ കൊള്ളായിരുന്നു. ഫുൾ വേണ്ട. ഈ വയോജന ക്ഷേമത്തിന് പുതിയ വകുപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ അതിന്റെ ആവശ്യം അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് തന്നെ. അപ്പോഴേക്കും 6 മാസമെങ്കിലും ആവും അത് വരാനായിട്ട്. അത് വേണമെന്നുള്ളതാണ് നമ്മളെ ഡിമാൻഡ്.